ഇതാണ് ഇന്നത്തെ ടോപ്പിക്. There are two words. ഒന്ന് ഔട്ട്സൈഡ് വേൾഡ്, ഒന്ന് ഇൻസൈഡ് വേൾഡ്. എന്താണ് ഔട്ട്സൈഡ് വേൾഡ്? ലോകം. നമ്മൾ കാണുന്നു, കേൾക്കുന്നു, രുചിക്കുന്നു, ഫീൽ ചെയ്യുന്നു, പിന്നെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ അറിയുന്ന ഒരു ലോകമുണ്ട്. അതാണ് ഔട്ട്സൈഡ് വേൾഡ് എന്ന് പറയുന്നത്. പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഔട്ട്സൈഡ് വേൾഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കൺട്രോൾ ഉണ്ടോ എന്നാണ് ചോദ്യം. ഇപ്പൊ മഴ പെയ്യുന്നു, എന്തെങ്കിലും കൺട്രോൾ ഉണ്ടോ? ഭൂമി കുലുക്കുന്നു, പട്ടി കുരയ്ക്കുന്നു, വഴി കൂടെ നടന്നു പോകുമ്പം ആരെങ്കിലും നമ്മളോട് ചീത്ത പറയുന്നു, അല്ലേ? ഇനി എനിത്തിങ് ആൻഡ് എവറിത്തിങ്, നിങ്ങളുടെ ഭർത്താവോ മക്കളോ അവരുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും കൺട്രോൾ നിങ്ങൾക്കുണ്ടോ? ഒന്നുമില്ല. നോ കൺട്രോൾ. ഇതെല്ലാം എക്സ്റ്റേണൽ വേൾഡിന്റെ ഭാഗമാണ്. എവറിത്തിങ്. നിന്റെ അകം എന്ന് പറയുന്നതാണ് എൻ്റെ മനസ്സ്. എൻ്റെ മനസ്സ്. ഈ മനസ്സിന്റെ മുകളിൽ മാത്രമേ കൺട്രോൾ ഉള്ളൂ. വേറെ ഒന്നിന്റെ മുകളിലും കൺട്രോൾ ഇല്ല. മനസ്സെന്ന് പറഞ്ഞാൽ എൻ്റെ ചിന്തകൾ. ഈ ഒരു ചിന്തകളാണ്, അല്ലെങ്കിൽ ചിന്തയാണ് എൻ്റെ ഒരു ആയുധം എന്ന് പറയുന്നത്. അതിനെ വിനിയോഗിക്കാൻ, അതിനെ യൂസ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് NLPയുടെ ലക്ഷ്യം. വേറെ എവിടെയെങ്കിലും നിങ്ങൾക്ക് ചിന്തകളെ ഹാൻഡിൽ ചെയ്യാൻ പഠിപ്പിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു ലേമൻസ് ലാംഗ്വേജ്, നമുക്കിപ്പോൾ 1ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള കുട്ടികൾ മതി. NLP പഠിച്ചിട്ട് അത് പ്രാക്ടീസ് ചെയ്യുന്ന ആൾ മാത്രമേ ജീവിക്കുന്നുള്ളൂ, സന്തോഷമായിട്ട് ജീവിക്കുന്നുള്ളൂ. അല്ലാത്തവർ ജീവിക്കുന്നുണ്ടെങ്കിലും അവരറിയുന്നില്ല NLPയുടെ പ്രിൻസിപ്പിള് അവർ കൂടെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ NLP എന്ന് പറഞ്ഞത് 1970കളിൽ ഡെവലപ്പ് ചെയ്താന്ന് പറഞ്ഞാലും മനുഷ്യരുള്ള കാലം മുതൽ NLP എന്നുള്ള ടേം ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിലുള്ള സംഗതികളെ കൂടെയാണ് എല്ലാ മനുഷ്യരും ജീവിച്ചിരുന്നത്. നമ്മുടെ കാരണവന്മാരൊക്കെ ജീവിച്ചത് അതിൽ കൂടെയാണ്. സന്തോഷമായിട്ട് ആരൊക്കെ ജീവിച്ചിട്ടുണ്ടോ, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ആ ഇൻസ്ട്രക്ഷൻ ബുക്കിനെ പറ്റി ഒന്നും അറിയത്തില്ല, പക്ഷെ അതിനകത്ത് എഴുതിയിരിക്കുന്ന തത്വസംഗതികളൊക്കെ അവർക്കറിയാം. അത് NLPയുടെ ബുക്കാണെന്ന് അറിയത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഞാനീ പറഞ്ഞ സംഗതികൾ ഇത് NLP ആയിട്ട് ബന്ധപ്പെടുത്തേണ്ട വല്ല ആവശ്യമുണ്ട്? 2 ലോകമുണ്ട്. ഒന്ന് എക്സ്റ്റേണൽ വേൾഡ്, പുറമേ സംഭവിക്കുന്നത് മുഴുവൻ എക്സ്റ്റേണൽ വേൾഡ് എന്നാണ്. ഒരു പാമ്പിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഈവന്റ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദ എക്സ്റ്റേണൽ വേൾഡ്. ഒരു പടക്കം പൊട്ടിയിട്ടുണ്ടെങ്കിൽ അത് എക്സ്റ്റേണൽ വേൾഡിലാണ്. ഒരു പൂരം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എക്സ്റ്റേണൽ വേൾഡിലാണ് പൂരം നടന്നത്. നിങ്ങളുടെ ഒരു വലിയ വിവാഹ സദ്യക്ക് പോയിട്ട് ആ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ എക്സ്റ്റേണൽ വേൾഡിൽ നിന്നാണ് കഴിച്ചത്. 10 പേര് എക്സ്റ്റേണൽ വേൾഡിൽ പോയി ഹോട്ടലിൽ കയറി അല്ലെങ്കിൽ കല്യാണ സദ്യക്ക് പോയി കല്യാണം കഴിച്ചു കഴിഞ്ഞാലും എല്ലാവരുടെയും വയറ്റിലേക്ക് പോകണ കഴിച്ച അതേ സാധനമാണ് എല്ലാവരും കഴിച്ചത്, ഒന്ന് തന്നെയാണ്. പക്ഷേ ഇവിടെ വന്ന് ചോദിച്ചു കഴിയുമ്പോൾ 10 പേരോട് ചോദിച്ചാൽ 10 പേരും 10 തരത്തിൽ പറയും, ഓ എന്നാ ഭക്ഷണമായിരുന്നേ, വായി വെക്കാൻ കൊള്ളിയായിരുന്നു. ചിലർ പറയും, അയ്യോ ഇത് അടിപൊളി സാധനമാണ്, ഒരേ ഭക്ഷണമല്ലേ കഴിച്ചത്. സോ എക്സ്റ്റേണൽ വേൾഡ് ഈസ് സെയിം, ബട്ട് ദ ഇന്റേണൽ വേൾഡ് ഈസ് ഡിഫറെന്റ്. അത്രയേ ഉള്ളൂ. വൈ ഇറ്റ് ഈസ് ഡിഫറെന്റ്? എക്സ്റ്റേണൽ വേൾഡ് എന്ന് പറയുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ തോട്ട്സ്. അപ്പൊ നമുക്ക് വേണ്ടത് എന്താണ്? പുറമെയുള്ള അനുഭവങ്ങൾ എല്ലാവർക്കും കിട്ടുന്ന സെയിം ആണ്. അപ്പൊ ഏത് കിട്ടിക്കഴിഞ്ഞാലും എക്സ്റ്റേണൽ വേൾഡിൽ നമുക്കൊരു സന്തോഷം തോന്നണം. അതായിരുന്നു നമ്മുടെ റിസൾട്ട്. അപ്പൊ നിങ്ങൾക്ക് എന്ത് എക്സ്റ്റേണൽ വേൾഡിൽ എന്ത് റിസൾട്ട് കിട്ടിയിട്ടും കാര്യമൊന്നുമില്ല. ഇന്റേണൽ വേൾഡിൽ പോസിറ്റീവായിട്ടുള്ള ആയിരിക്കണം മനസ്സിൽ വരണ്ടെന്നാണ് പറഞ്ഞത് ചുരുക്കം. 2 വേൾഡ്സ്, ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ്. ക്ലിയർ ആയാലും അല്ലേ? ഇതാണ് ഇത്ര നേരം പറഞ്ഞത്. ഔട്ട്സൈഡ് എന്ന് പറയുന്നത് നമ്മുടെ കൺട്രോളിലല്ല. നമ്മുടെ കൺട്രോളിലുള്ളത് ഈ ഇൻസൈഡ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സെന്റൻസ് ആണ്, യു ഫോർഗെറ്റ് അബൌട്ട് ദ എക്സ്റ്റേണൽ വേൾഡ്. നിന്റെ ഇന്റേണൽ വേൾഡിനെ മാത്രം നീ സംരക്ഷിച്ചാൽ മതി.
എക്സ്റ്റേണൽ വേൾഡ് നമുക്ക് സംരക്ഷിക്കാനേ പറ്റില്ല. നമ്മുടെ കൺട്രോൾ അല്ല ഇരിക്കുന്നത്. നമ്മൾ വഴിയിൽ കൂടെ നടന്നു പോകുമ്പോൾ ഒരു പൊത്തിൽ നിന്ന് ഒരു പാമ്പ് ചാടി വരുന്നു. വാട്ട് കൺട്രോൾ യു ഗോട്ട്? നിങ്ങൾക്ക് അവിടെ നിന്ന് ഓടാന്ന് മാത്രമേ ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ ആ പാമ്പ് ആ പൊത്തിലോട്ട് തന്നെ തിരിച്ചു പോകും, അല്ലെങ്കിൽ അത് വേറെ എങ്ങോട്ടെങ്കിലും നടന്നു. ഞാൻ പാമ്പ് കയറി പോയതിന്റെ പേരിൽ വേറെ പാമ്പില്ലാണ്ടിരിക്കാൻ പറ്റുമോ? നടന്നു പോകും, പിന്നെ ഒരു പാറ്റയായിരിക്കും ചാടി വരുന്നത്, ഒരു പല്ലിയായിരിക്കും ചാടി വരുന്നത്. അയ്യോ പാറ്റാന്ന് പറഞ്ഞാൽ നിങ്ങൾ ചാടിയിട്ട് കാര്യമില്ല കേട്ടോ. പാറ്റായും പല്ലിയും പാമ്പൊക്കെ അവരുടെ സൗകര്യത്തിന് അവര് ലോകത്തിൽ ജീവിക്കും. അവരുടെ യു ഹാവ് ഗോട്ട് നോ കൺട്രോൾ ഓവർ ദം. അപ്പൊ അവരെ കണ്ടതിലും കേട്ടതിലും നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഇന്റേണൽ വേൾഡിനെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റും. അപ്പൊ അതാണ് എക്സ്റ്റേണൽ വേൾഡ്. എക്സ്റ്റേണൽ വേൾഡിൽ രണ്ടെണ്ണം ഉണ്ട്, രണ്ട് ലോകമുണ്ട്. അല്ല, ഇൻസൈഡിൽ അകത്ത് രണ്ട് ലോകമുണ്ട്. ഒന്ന് ഹാപ്പി വേൾഡ്, ഒന്ന് അൺഹാപ്പി വേൾഡ്. ഈ രണ്ടേ ഉള്ളൂ, വേറൊന്നുമില്ല. അപ്പൊ നിങ്ങൾക്ക് ഇത് ഏതാ വേണ്ടെന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന റിസൾട്ട്. കാരണം ഇത് ആഗ്രഹിച്ചിട്ടേ കാര്യമുള്ളൂ. വേറൊക്കെ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. വേറെ ഒന്നും ആഗ്രഹിച്ചിട്ട് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റിയല്ലോ. ഓൺ ദിസ് യു ഹാവ് ഗോട്ട് എ കൺട്രോൾ. അപ്പൊ ഇതിനകത്ത് ഇതാണ് നിനക്ക് വേണ്ട റിസൾട്ട്. ഏതാ? അൺഹാപ്പി റിസൾട്ട് കിട്ടണോ, ഹാപ്പി റിസൾട്ട് കിട്ടണം? എല്ലാരും പറയുന്ന ഹാപ്പി റിസൾട്ട് എന്നുള്ളൂ. എനിക്ക് ഐ വാണ്ട് ടു ബിക്കം എ ഗുഡ് തെറാപ്പിസ്റ്റ് എന്ന് പറഞ്ഞു. അപ്പൊ തെറാപ്പിസ്റ്റ് ആയി കഴിഞ്ഞാൽ ഞാൻ ഹാപ്പി ആകും. അത്രയേ ഉള്ളൂ. ഐ ക്യാൻ മേക്ക് അതർ പീപ്പിൾ ഓർ ഹെൽപ്പ് അതേഴ്സ് പീപ്പിൾ സോ ദാറ്റ് ദേ വിൽ ബിക്കം ഹാപ്പി. അതെൻ്റെ ഒരു ഹാപ്പിനെസ് ആണ്. പൂവമ്പഴം അല്ലെങ്കിൽ സാറ മാഡം പറഞ്ഞ പഴം, അത് കിട്ടിക്കഴിയുമ്പം, അത് തിന്നു കഴിയുമ്പോൾ ഞാൻ ഹാപ്പി ആകും. എവരിത്തിങ് എക്സ്റ്റേണൽ വേൾഡിനെ പറ്റി പറഞ്ഞെന്ന് പറഞ്ഞാലും ഇറ്റ് ഈസ് ലീഡിങ് ടു ഹാപ്പിനെസ്. ആ ഹാപ്പിനെസ് എവിടെയാ ഇത് കിട്ടുന്നത്? അകത്താ കിട്ടുന്നത്, പുറത്തല്ല. അതാണ് ഹാപ്പിനെസ് ഓർ അൺഹാപ്പിനെസ്. നിനക്ക് ഏതാ വേണ്ടത് തീരുമാനിച്ചു. ഇത് രണ്ടിൻ്റെയും കാരണക്കാര് തോട്ടാണ്. അപ്പൊ തോട്ടിനെയാണ് നമ്മൾ കയറി പിടിക്കേണ്ടത്. അപ്പൊ നിനക്ക് ഹാപ്പിനെസ് വേണമെങ്കിൽ ഹാപ്പിനെസ്സിന് ഉതകുന്ന തോട്ടിനെ കൊണ്ടുവരണം. അതാണ് റൈറ്റ് തോട്ട് എന്ന് പറയുന്നത്. അൺഹാപ്പിനെസ്സിന് വേണ്ടി പ്രത്യേകം പുറകെ നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് ഇങ്ങനെ ഉണ്ട് അവിടെ, ഈസിലി അവൈലബിൾ അല്ല. ചുറ്റുപാടുള്ളത് മുഴുവൻ അൺഹാപ്പിനെസ്. നമ്മൾ അതിൻ്റെ അകത്ത് ഹാപ്പിനെസ് കണ്ടെത്തണം. അത് നമ്മുടെ ചുമതലയാണ്. കണ്ടെത്തുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഓൾറെഡി ദേർ. ഹാപ്പിനെസ് അവിടെ ഉണ്ട്, നിങ്ങളത് കണ്ടെത്തിയാൽ മതി. കാരണം നമ്മളെ എല്ലാവരും ഹാപ്പിനെസ്സിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്മൾ ഹാപ്പി ആയിട്ടാണ് പോകുന്നത്. പക്ഷെ ഞാൻ അറിയുന്നില്ല. സൂര്യൻ രാവിലെ ഉദിച്ചു വന്നു കഴിഞ്ഞാൽ അവൻ അന്തരീക്ഷത്തിലുണ്ട്. കാർമേഘം മൂടി കഴിയുമ്പോൾ ഞാൻ കാണുന്നില്ലെന്ന് മാത്രമേ ഉള്ളത്. കാണാത്തത് എന്തുകൊണ്ടാണ്? കാർമേഘം മുമ്പിലുണ്ട്. അതങ്ങ് പോയി കഴിയുമ്പോൾ സൂര്യനും വന്നോളൂ. അതുകൊണ്ട് സൂര്യനെ കാണാൻ പറ്റുന്നില്ലേ നിന്റെ പേരിൽ സൂര്യൻ ഇല്ല എന്ന് പറയാൻ നമുക്ക് യാതൊരു അവകാശം. സൂര്യനുണ്ട്, നിനക്കത് കാണാൻ പറ്റുന്നില്ല എന്നുള്ളത്. എന്ന് പറഞ്ഞ പോലെ നിന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഹാപ്പിനെസ് ഉണ്ട്, നമുക്കത് അനുഭവിക്കാൻ പറ്റുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ആ അനുഭവിക്കണം എന്നുണ്ടെങ്കിൽ റൈറ്റ് തോട്ട്സിനെ നീ കൊണ്ടുവരണം. ആ റൈറ്റ് തോട്ട്സിനെ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. അപ്പൊ റൈറ്റ് തോട്ട് കൊണ്ട് അക്കോർഡിംഗ്ലി യു ക്രിയേറ്റ് യുവർ റൈറ്റ് തോട്ട്. റൈറ്റ് തോട്ട് നീ ക്രിയേറ്റ് ചെയ്യണം. ഹാപ്പിനെസ് കിടപ്പുണ്ട്, പക്ഷെ അതിനെ കാണണമെന്നുണ്ടെങ്കിൽ റൈറ്റ് തോട്ടിനെ നീ ക്രിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ.